എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിഫ്റ്റി ഇന്ന് ഹൈ ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം ഒരു പ്രാവശ്യം മൈനസ് വന്നു, പിന്നെ വൺ സൈഡ് മുകളിലോട്ടൊരു കയറ്റമായിരുന്നു. ഇവിടെ നോക്കിയാൽ അറിയാം, പ്രീവിയസ് ഡേ ഹൈയുടെ R1 മുകളിലാണ് നിഫ്റ്റി ഓപ്പണിംഗ് വരുന്നത്. അതിനുശേഷം നേരെ CPR ലെവലിൻ്റെ താഴെ പോയി, പിന്നെ വൺ സൈഡ് മുകളിലോട്ടാണ് പോയത്. ഞാൻ ഈ ദിവസങ്ങൾ പറഞ്ഞ പോലെ മാർക്കറ്റ് ഈ 23,000 താഴെ പോകാൻ ചാൻസ് തീരെ കുറവാണ് ഇപ്പോഴത്തെ ഒരു ഇതിൽ. പക്ഷേങ്കിൽ ഏതെങ്കിലും ഹെവി വെയ്റ്റിൻ്റെ ഒരു റിസൾട്ട് വന്നാൽ ചിലപ്പോൾ ഒരു പ്രാവശ്യം വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ വന്നാൽ പോലും തിരിച്ച് മാർക്കറ്റ് നല്ല രീതി കയറുമെന്ന് ഞാൻ നേരത്തെ തൊട്ടേ പറയുന്നുണ്ട്. ഇത് കണ്ടിന്യൂസ് ഇപ്പോൾ മാർക്കറ്റ് ഒന്ന് സ്റ്റേബിൾ ആകുന്നുണ്ട്. ഇത് ഇവിടെ നോക്കിയാൽ പല ദിവസം ഇപ്പോൾ 1, 2, 3, 4, 5 ദിവസമായിട്ട് സ്റ്റേബിളായിട്ടുള്ള മാർക്കറ്റാണ്. ഇടയ്ക്ക് ഈ ഒരു ദിവസം മാത്രം കുറച്ച് ഡൗണിൽ തന്നേ ഉള്ളൂ. പക്ഷേങ്കിൽ പെട്ടെന്ന് തിരിച്ച് കയറി മുകളിൽ വരുന്നുണ്ട്. ഇന്നത്തെ മാർക്കറ്റ് ഒരു ട്രെൻഡിന് ചാൻസ് നല്ല രീതിയിൽ തന്നത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റി നല്ല രീതിയിൽ കയറി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരും ദിവസങ്ങളാണെങ്കിൽ ഇപ്പം ഡേ ചാർട്ട് നമ്മൾ നോക്കിയാൽ പോലും ഞാനിവിടെ ഓൾറെഡി നിഫ്റ്റി ആണെങ്കിലും നിഫ്റ്റി തന്നെ നമ്മൾ ഈ പറഞ്ഞ റേഞ്ച്, ഈ റേഞ്ചിനുള്ളിൽ വന്നാൽ തിരിച്ച് കയറുമെന്ന് പറഞ്ഞത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് തിരിച്ച് കയറി ഇതിൻ്റെ ഒരു ടാർഗറ്റ്, എൻ്റെ ഒരു കാൽക്കുലേഷൻ ഒന്ന് ഇതാണ് 23,900. രണ്ടാമത്തെ ഈ ഒരു റേഞ്ചാണ്. ഈ മാക്സിമം എൻ്റെ ഒരു കാൽക്കുലേഷൻ ഇവിടെ വരെ വരാൻ ചാൻസ് ഉള്ളൂ. ഒരു നല്ലൊരു അപ് ട്രെൻഡ് കിട്ടിയാൽ പോലും ഈ 24,800, 700 ആ റേഞ്ച് വരെ വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ അത് ആ റേഞ്ചുകളൊക്കെ ശ്രദ്ധിക്കുക. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ഇപ്പം ഇവിടുന്ന് ഈ ഒരു നേരത്തെ സപ്പോർട്ട് ഇതിന് മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഈ റേഞ്ചിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഇതും നേരത്തെ പറഞ്ഞിട്ടുള്ള റേഞ്ച് തന്നെ, ഈ 48, 49 റേഞ്ച് തന്നെ, ചിലപ്പോൾ 51, 52 വരെ പോകാം. വരും ദിവസങ്ങളിൽ പല കമ്പനികളുടെ റിസൾട്ടുകളും ബാങ്കിനകത്ത് റിസൾട്ടുകളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള മൂവ്മെൻറ്റ് ഇതിനകത്തെല്ലാം കാണും. അപ്പം ഇപ്പോഴത്തെ കണ്ടീഷന് മാർക്കറ്റ് അധികം അങ്ങോട്ട് ഇറങ്ങത്തില്ല. ഒരു 23,000 താഴെ പോയാൽ പെട്ടെന്ന് തന്നെ തിരിച്ച് വീണ്ടും കയറി വരാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ ഹൈ റേഞ്ചിൽ മാർക്കറ്റ് കിട്ടുവാണെങ്കിൽ നല്ലതാണ്. നമുക്ക് സെല്ലിങ് ചാൻസ് കിട്ടുവാണെങ്കിൽ നമ്മൾ ചാൻസ് എടുക്കുക. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിരുന്ന ഷെയറുകളാണിത്. ഇതിൽ പല ഷെയറുകളും നമ്മൾ ആവറേജിൻ്റെ ചാൻസൊക്കെ പറഞ്ഞ ഷെയറാണ്. എയറോഫ്ലെക്സ്, പിന്നെ പല വേറെ ഈ അതർ ഹൗസിങ്ങൊക്കെ, അങ്ങനെ ആവറേജ് എന്നൊക്കെ നമുക്ക് നല്ല ചാൻസ് ഉണ്ട്. പക്ഷേ CPR ലെവലുകൾ വന്ന് നമുക്ക് നല്ല രീതിയിൽ തന്ന ഷെയറുകൾ കുറവായിരുന്നു. എന്നാലും കുറച്ച് ഷെയർ, ഇപ്പോൾ ജൂബിലൻറ്റ് ഫാർമ 5 minutes എടുക്കട്ടെ. ജൂബിലൻറ്റ് ഫാർമ ചെറിയ ചാൻസുകൾ വന്നിട്ടുണ്ട്. ജൂബിലൻറ്റ് ഫാർമ ഫ്ലാറ്റ് ഓപ്പണിങ് വന്ന് നേരെ പ്രീവിയസ് ഡേ ഹൈ R1 അടിച്ചിറങ്ങി. നമ്മളിവിടെ 974 എടുത്താൽ നമുക്ക് 951 വരെ വരുന്നുണ്ട്. വീണ്ടും തിരിച്ച് ആ കറക്റ്റ് ഹൈയെ പോകുന്നുണ്ട്. അവിടുന്ന് വീണ്ടും 2 എടുത്താൽ വീണ്ടും നമുക്ക് 53, 2 പ്രാവശ്യം 17-20 രൂപയ്ക്ക് അടുത്ത് തരുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഹൈ കട്ട് ചെയ്ത് മുകളിൽ പോയി സ്റ്റേബിളായി. പിന്നെ നമുക്ക് ചാൻസ് വന്നത് GSFCയിലൊക്കെ ചെറിയ ചാൻസുകളേ ഉള്ളായിരുന്നു. GSFC ഇതിൻ്റെ ഇവിടെ 12 മുകളിൽ പോയി ഇത്രയും നേരം ആൾക്കാരെ പ്രാന്ത് പിടിപ്പിച്ചിട്ട് ലാസ്റ്റിൽ ഇവിടെ ഒന്ന് അടിച്ചു തന്നൊരു, അതും 2-2.5 രൂപ കിട്ടുന്നുള്ളൂ. അതിനകത്ത് വലിയ ഗുണം ഇല്ല. പിന്നെ നമുക്ക് നല്ല ചാൻസ് തന്നത് ഈ FSCയൊക്കെ ആവറേജ് വന്നിട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ആവറേജിനടുത്ത് വന്നിട്ട് ഇറങ്ങിയ ഷെയറുകളാണ് ഇതൊക്കെ. പിന്നെ നമുക്ക് ബജാജ് ഹെൽത്ത് കെയർ നല്ല ചാൻസ് ആയിരുന്നു. ഓപ്പണിങ് ഇത് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി. നമ്മൾ R1 പോയില്ല. തിരിച്ച് എന്തോ ചെയ്തു, പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ വന്നു. അപ്പോൾ നമ്മളിവിടെ 2 എടുത്ത് 673 എടുത്ത 640, 33 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ്. അതുപോലെ BLS ആണെങ്കിലും ഈ ഹൈ കണ്ടില്ലേ, പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഇവിടം വരെ ഹൈ പോയി, ഇവിടെ ഈ റേഞ്ച് വരെ പോയിട്ട് തിരിച്ച് പ്രീവിയസ് ഡേ ഹൈയുടെ താഴോട്ട് ഇറങ്ങി. നമ്മളിവിടെ
511 അല്ലെ 10 എൻട്രി എടുത്താൽ നോക്കി വൺ സൈഡ് മൂവ്മെൻറ്റ് 454, 50 രൂപയ്ക്ക് മുകളിൽ വൺ സൈഡ് മൂവ്മെൻറ്റ് താഴോട്ട് കിട്ടി. പിന്നെ ഈ ഷെയറൊക്കെ നല്ല ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. വേറെ ഷെയറിനകത്തൊന്നും കാര്യമായിട്ടുള്ള ചാൻസ് തന്നിട്ടില്ലായിരുന്നു. ഓക്കെ, നമുക്കിപ്പോൾ നാളത്തേന് നമുക്കുള്ള ഷെയറുകൾ ഈ ഷെയറുകളാണ് നോക്കാം. നമുക്കൊരു 12 ഷെയർ എടുത്തിട്ടുണ്ട്. 12 ഷെയറിൽ ഈ ഒരു ഷെയർ ശിവാടെക്സ് എന്ന് പറയുന്ന ഈ ഷെയറിനകത്ത് വോളിയം കുറവാണ്. അപ്പോൾ സൂക്ഷിച്ച് അതിനകത്ത് ട്രേഡ് എടുക്കാവൂ. ലെവലുകൾ വന്ന വോളിയത്തിൽ ഇറങ്ങുവാണെങ്കിൽ മാത്രമേ അതിനകത്ത് ട്രേഡ് എടുക്കാവൂ. ഗ്ലോബൽ സ്പിരിറ്റും അതുപോലെ ഓപ്പണിങ്ങിലെ മൂവ്മെൻറ്റ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ആവറേജ് ട്രേഡ് 926. നാളെ ഇത് ഓപ്പണിങ് 900-അടുത്തായിരിക്കും. ഓപ്പണിങ് 900-അടുത്ത് ഓപ്പണിങ് വന്നിട്ട് തിരിച്ച് കയറിയാൽ പോലും വലിയൊരു എഫക്റ്റ് കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്നാലും നമുക്ക് ഈ തിരിച്ചിത് കയറാൻ 900-ന് താഴെ വന്നിട്ട് 900-ന് മുകളിലോട്ട് കയറുന്ന കണ്ട ചാൻസ് എടുക്കേണ്ടിയവർക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഉള്ളൂ. ഇപ്പം 895 റേഞ്ചിലൊക്കെ വന്നിട്ട് 900-ന് മുകളിലോട്ട് കയറുവാണെങ്കിൽ ആ 5 രൂപയുടെ റിസ്ക് എടുക്കുന്നവർക്ക് അതൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് ബൈ ചെയ്യാൻ പറ്റും ആ ഷെയർ. പക്ഷെങ്കിൽ അധികം വെയിറ്റ് ചെയ്യരുത്. 920 ഈ TCയുടെ അടുത്തൊക്കെ വരുമ്പോഴത്തേനും ചിലപ്പോൾ തിരിച്ച് വീണ്ടും സെല്ലിങ് വരും. അപ്പോളോ മൈക്രോ എന്ന് പറയുന്ന ഈ ഷെയർ ഹൈ അടിച്ചിട്ടോ ഹൈ അടിച്ചിട്ട് ഇറങ്ങുകയാണെങ്കിൽ ചാൻസ് എടുക്കാം. അതല്ല R1 വരെ പോയിട്ട് കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത്. പക്ഷേങ്കിൽ ഹൈ അടിച്ചിട്ട് ഇറങ്ങിയാലും നമുക്ക് ചാൻസ് എടുക്കാം. രത്നവീർ എന്ന് പറയുന്ന ഷെയർ R2 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. R1-നും ചാൻസ് ഉണ്ട്, പക്ഷേ ഇത് വന്നിട്ട് ഇറങ്ങുന്നതായിരിക്കും നമുക്ക് നല്ലത്. ഗുൽഷൻ പോളി അത് R1 റേഞ്ച് പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. ക്രെഡിറ്റേഴ്സ് ഈസി ഹൈ അടിച്ചിട്ടോ R1 അടിച്ചിട്ടോ ചാൻസ് എടുക്കാം. അധികം താഴോട്ട് ഇറങ്ങുന്നില്ല, കുറച്ച് 10-20 രൂപയൊക്കെ താഴെ ഇറങ്ങാം റെയിലുകൾ വന്നാൽ. കൊഡാക് ബാങ്കും ശ്രദ്ധിക്കുക. ഇതിൻ്റെ R1 1940, ഇതിൻ്റെ ഓൾ ടൈം ഹൈ 1944-47 കണ്ട. അപ്പോൾ ഈ റേഞ്ചോ ഒക്കെ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. ഇതിനകത്ത് കല്യാൺ ജ്വല്ലറിക്കകത്തും ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം. ഇൻഡസ് ടവർ ഓക്കെ, ഇൻഡസ് ടവർ നമ്മൾ നോക്കിയിട്ട് ചെയ്താൽ മതി. ഇത് ഒന്നുകിൽ ഹൈ അടിക്കണം, അതല്ലെങ്കിൽ R1 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. കിംസ് എന്ന് പറയുന്ന ഷെയർ അതും R1 അതായത് R1 ഹൈ ഒക്കെ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുത്താൽ മതി. ത്രിവേണി ഹൈ അടിച്ചിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ബൽറാംപൂർ ചിന്നിയും സെയിം അതുപോലെ തന്നെ. ഹൈയോ R1 ഏത് റേഞ്ചിലാണോ പോയിട്ട് ഇറങ്ങുന്നത് ആ റേഞ്ചിൽ നമുക്ക് ചാൻസ് കിട്ടും നല്ലത്. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ ഒരു ശിവാടെക്സ് മാത്രം വോളിയം കുറവാണ്. ഹൈയിൽ പോയിട്ട് ഇറങ്ങുന്ന സമയത്ത് വോളിയം കൂടുതലായിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് ട്രേഡ് എടുക്കാവൂ, അല്ലെങ്കിൽ വിട്ടേക്കോ ഷെയർ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളത്തേനുള്ള ഷെയറുകൾ. അപ്പോൾ നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.